Dear students, സെമികണ്ടക്ടറിൽ തന്നെ നമ്മൾ ഇനി പി എൻ ജംഗ്ഷൻ ഇത് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പ്യുവർ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ഇൻട്രിൻസിക് സെമികണ്ടക്ടർ എടുത്തു. എന്നിട്ട് അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്തു. അപ്പോൾ അതിലെ ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഹോൾസാണ്. ഇനി പകുതി ഭാഗം നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്തു. അപ്പോൾ അതിലെ ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അത് എൻ ടൈപ്പാണ്. അപ്പോൾ എൻ ടൈപ്പിലെ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ്, പി ടൈപ്പിലെ ചാർജ് കാരിയേഴ്സ് ഹോൾസ്. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ബോറോൺ, ഇൻഡിയം, പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആൻറ്റിമണി, ബിസ്മത്ത് ഒക്കെയാണ് സാധാരണ ഉപയോഗം. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ടായി. ഈ ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പി എൻ ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷനിൽ പോസിറ്റീവായിട്ടുള്ള ഹോൾസും നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺസും തമ്മിൽ കൂടിച്ചേരും. അപ്പോൾ ഇങ്ങനെ ഈ ജംഗ്ഷനിൽ ഇത്രയും ഭാഗത്തെ ഹോൾസും ഇലക്ട്രോൺസും ഒക്കെ കൂടിച്ചേർന്ന് പോകുന്നതുകൊണ്ട് അവിടെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിനെയോ ഫ്രീ ആയിട്ടുള്ള ഹോൾസിനെയോ കാണില്ല. അങ്ങനെ ആ കാണാത്ത റീജിയനെ വി കോൾ ബൈ ദ നെയിം ഡിപ്ലീഷൻ റീജിയൻ. അതായത് ഈ സെൻറ്ററിൽ പോസിറ്റീവ് ഹോൾസും ഉണ്ടാവില്ല, നെഗറ്റീവ് ഇലക്ട്രോൺസ് ഇല്ല. അവർ രണ്ടുപേരും അട്രാക്റ്റ് ചെയ്ത് കൂടിച്ചേർന്ന് പോകുന്നതുകൊണ്ട് ആ ഫ്രീ ചാർജസ് ഇല്ലാത്ത ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള റീജിയൻ, ഫ്രീ ചാർജസ് ഡിപ്ലീറ്റഡ് എന്ന് വെച്ചാൽ ഇല്ലാണ്ടാവുക, മാഞ്ഞു പോവുക, ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുമായിട്ട് കൂടിച്ചേരുന്നതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അതേപോലെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് പോസിറ്റീവായിട്ട് ചേരുന്നതുകൊണ്ട് എൻ റീജിയനിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലും ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യലും ഈ റീജിയൻ്റെ അപ്പുറത്ത്, അതായത് ഡിപ്ലീഷൻ റീജിയൻ്റെ ഇപ്പുറവും ഡെവലപ്പ് ചെയ്യും. ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ബാരിയർ പൊട്ടൻഷ്യൽ. എൻ റീജിയനിൽ ഈ നെഗറ്റീവ് ചാർജ് പോകുന്നതുകൊണ്ട് പോസിറ്റീവ് പൊട്ടൻഷ്യലും പി റീജിയനിൽ പോസിറ്റീവ് ചാർജ് പോകുന്നതുകൊണ്ട് നെഗറ്റീവ് പൊട്ടൻഷ്യലും. ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഇനി നമ്മൾ ഇതിന് പുറത്തുനിന്ന് ബാറ്ററി സപ്ലൈ കൊടുക്കുക. പി ഭാഗത്ത് പോസിറ്റീവും എൻ ഭാഗത്ത് നെഗറ്റീവും കൊടുക്കണം. ഇപ്പോൾ നമുക്കറിയാം പി എന്നുള്ളത് പോസിറ്റീവിനെ റിപ്പൽ ചെയ്യും, എല്ലാ ഹോൾസും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. എൻ എന്നുള്ളത് നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും, അതൊക്കെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോൺസും പോസിറ്റീവ് ഹോൾസും ഈ ഡിപ്ലീഷൻ റീജിയനെ ക്രോസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന കറൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ കറൻറ്റ്. അപ്പോൾ പോസിറ്റീവ് റീജിയനിലെ പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് റീജിയനിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും കൊടുക്കുന്ന, അതായത് ഒരേ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിങ് ഓഫ് പി എൻ ജംഗ്ഷൻ. ഫോർവേഡ് ബയാസിങ് ഓഫ് പി എൻ ജംഗ്ഷൻ. അപ്പോൾ എന്താണ് പി എൻ ജംഗ്ഷൻ എന്നുള്ള ഒരു അവയർനെസ്സാണ്. ഒരു സിലിക്കൺ ബാർ എടുത്തു അല്ലെങ്കിൽ ഒരു പ്യുവർ സെമി കണ്ടക്ടർ എടുത്ത് പകുതി ഭാഗം ട്രൈവാലൻ്റ് വെച്ച് ഡോപ്പ് ചെയ്തു, അപ്പോൾ പി ടൈപ്സ് ആയി. അടുത്ത ഭാഗം പെൻറ്റാവാലൻ്റ് വെച്ച് ഡോപ്പ് ചെയ്തു, അപ്പോൾ എൻ ടൈപ്പായി. അപ്പോൾ ഉണ്ടാവുന്നതാണ് പി എൻ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ പോസിറ്റീവ് ഹോൾസും നെഗറ്റീവ് ഇലക്ട്രോൺസും ജോയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള ചാർജസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ആ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ, ഫ്രീ ചാർജസ് കാണാത്ത റീജിയൻ എന്നുള്ള അർത്ഥത്തിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നു. ഡിപ്ലീഷൻ റീജിയൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡെവലപ്പ് ചെയ്യുന്ന ഓപ്പോസിറ്റ് പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഇനി പി റീജിയന് പോസിറ്റീവും എൻ റീജിയന് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ആ ബയാസിങ്ങിൻ്റെ പേരാണ് ഫോർവേഡ് ബയാസിങ്. അപ്പോൾ
പോസിറ്റീവ് ഹോൾസും നെഗറ്റീവ് ഇലക്ട്രോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും ജംഗ്ഷനിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറൻറ്റ് ഡിഫ്യൂഷൻ കറൻറ്റ്. ഓക്കെ.